ആകാശവാണി വാർത്താ വീക്ഷണം. ശ്യാം ബെനഗൽ ഒരു ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ്, വീക്ഷണം, തിരുവനന്തപുരം. അവതരണം കൃഷ്ണ പ്രകൃതി. വിഖ്യാത ചലച്ചിത്രകാരൻ ശ്യാം ബെനഗൽ ഈ ലോകത്തോട് വിട പറഞ്ഞതോടെ ആസ്വാദകർക്ക് നഷ്ടമായത് ഇന്ത്യൻ സമാന്തര സിനിമയുടെ ദേവദൂതനെയാണ്. മനുഷ്യജീവിതമെന്ന ലെൻസിലൂടെ ചരിത്രത്തെ വായിച്ചെടുത്ത ചലച്ചിത്രകാരനാണ് കാലത്തിന്റെ തിരശീലയ്ക്കു പിന്നിൽ മറഞ്ഞത്. 90 വയസ്സുവരെ നീണ്ട ജീവിതസ്പര്യക്കിടെ സിനിമയിൽ ബെനഗൽ കൊണ്ടുവന്ന വിപ്ലവം ഇനി മറ്റേതെങ്കിലും ചലച്ചിത്രകാരന് സാധ്യമാകുമോ എന്ന് ഉറപ്പിക്കാനാകില്ല. 70കളിലും 80കളിലും ഇന്ത്യൻ സിനിമ ലോകവേദിയിൽ നിറഞ്ഞു നിന്നത് ശ്യാം ബെനഗൽ സിനിമകളിലൂടെയായിരുന്നു. ഇന്ത്യൻ ഗ്രാമീണ ജീവിതത്തെയും ചരിത്രത്തെയും പശ്ചാത്തലമാക്കി മനുഷ്യാവസ്ഥകളുടെ ഭിന്നഭാവങ്ങൾ ആവിഷ്കരിച്ച ചലച്ചിത്രകാരനായിരുന്നു അദ്ദേഹം. അങ്കൂർ, നിശാന്ത്, മന്ഥൻ, ഭൂമിക, സർദാരി ബീഗം, ജുനൂൻ, കലിയുഗ്, കൊണ്ടൂറ, ആരോഹൺ, വെൽഡൻ അബ്ബ, മേക്കിംഗ് ഓഫ് മഹാത്മാ എന്നിങ്ങനെ ബെനഗലിന്റെ നിരവധി ചലച്ചിത്ര കാവ്യങ്ങൾ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കി. 18 തവണയാണ് മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരം ശ്യാം ബെനഗലിനെ തേടിയെത്തിയത്. 6 തവണ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ മികച്ച സിനിമയ്ക്കുള്ള നാഷണൽ അവാർഡും നേടി. കാൻ, ബെർലിൻ, മോസ്കോ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര മേളകളിലെല്ലാം ഇന്ത്യൻ സിനിമയുടെ അഭിമാനമുയർത്തി ബെനഗൽ ചിത്രങ്ങൾ തിളങ്ങി. പത്മശ്രീ, പത്മഭൂഷൺ, ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിവന്നു. 2006 മുതൽ 2012 വരെ രാജ്യസഭാ അംഗമായിരുന്ന ബെനഗൽ ഇന്ത്യയിൽ ചലച്ചിത്ര വിദ്യാഭ്യാസവും നയവും രൂപപ്പെടുത്തുന്നതിലും വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള ഭാരത് ഏക് ഖോജ് എന്ന ടെലിവിഷൻ പരമ്പരയും ബെനഗലിനെ ഏറെ ജനപ്രിയനാക്കിയിരുന്നു. 1966 മുതൽ 1973 വരെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകനായിരുന്നു. 2 തവണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷ പദവിയിലുമെത്തി. നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഡയറക്ടറായും ശ്യാം ബെനഗൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മികച്ച സിനിമകൾ അപ്രപാളിയിലെത്തിക്കാനായി ചിന്തയും എഴുത്തും പ്രയത്നവും ഇത്രമേൽ സമർപ്പിച്ച മറ്റൊരു ചലച്ചിത്രകാരനും ഇന്ത്യയിൽ ഉണ്ടാവില്ലെന്ന് നിസ്സംശയം പറയാം. ഹിന്ദി സിനിമയെന്നാൽ ബോളിവുഡ് മസാല പടങ്ങൾ മാത്രമല്ലെന്ന് ലോകമറിഞ്ഞത് ശ്യാം ബെനഗലിന്റെ സിനിമകളിലൂടെയാണ്. ബംഗാളി സിനിമയിൽ 70കളിൽ മൃണാൾ സെൻ തുടങ്ങിയ നവതരംഗ വിപ്ലവത്തിന് സമാനമായിരുന്നു ബെനഗൽ ഹിന്ദി സിനിമയിൽ നടത്തിയ മുന്നേറ്റങ്ങൾ. ശക്തമായ ആഖ്യാനങ്ങൾ, സ്വാഭാവിക പ്രകടനങ്ങൾ, സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെ തീവ്രമായ ചിത്രീകരണം എന്നിവയായിരുന്നു ബെനഗൽ ചിത്രങ്ങളുടെ കരുത്ത്. അതുകൊണ്ടുതന്നെ ഇന്ത്യൻ സമാന്തര സിനിമയുടെ ചരിത്രത്തിലെ ഉജ്ജ്വല അധ്യായങ്ങളായി അദ്ദേഹത്തിന്റെ ചലച്ചിത്രങ്ങൾ മാറി. ഏറ്റവും കരുത്തുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച ബെനഗലാണ് ശബാന ആസ്മിക്കും സ്മിത പാട്ടീലിനും ഇന്ത്യൻ സിനിമയിൽ നല്ലൊരു മേൽവിലാസം നൽകിയത്. ഓം പുരി, നസറുദ്ദീൻ ഷാ, അമരീഷ് പുരി, ഗിരീഷ് കർണാട്, രജിത് കപൂർ തുടങ്ങിയ നടന്മാരുടെ ഏറ്റവും മികച്ച പ്രകടനങ്ങളും ബെനഗൽ ചിത്രങ്ങളിലൂടെയായിരുന്നു. സിനിമയുടെ എല്ലാ മേഖലകളിലും കഴിവുള്ള പുതിയ വ്യക്തികളെ കണ്ടെത്തുന്നതിൽ എപ്പോഴും അദ്ദേഹം പ്രത്യേക ശ്രദ്ധ പുലർത്തി. അഭിനേതാക്കൾ മാത്രമല്ല, സാങ്കേതിക വിദഗ്ധരും ബെനഗൽ ചിത്രങ്ങളിലൂടെ പ്രശസ്തരായി. പ്രശസ്ത ഫോട്ടോഗ്രാഫറായിരുന്ന ശ്രീധർ ബി ബെനഗലിന്റെ മകനായി 1934 ഡിസംബർ 14 ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദിലാണ് ശ്യാം ബെനഗൽ ജനിച്ചത്. 12 വയസ്സുള്ളപ്പോൾ അച്ഛന്റെ ഹാൻഡ് ക്രാങ്ക്ഡ് ക്യാമറ ഉപയോഗിച്ച് ശ്യാം ആദ്യ ചലച്ചിത്ര പരീക്ഷണം നടത്തി. പിന്നീട് ഉസ്മാനിയ സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രം പഠിച്ച ശ്യാം ബോംബെയിലെ ഒരു പരസ്യ കമ്പനിയിൽ കോപ്പി റൈറ്ററായി ജോലിക്ക് കയറി. പരസ്യവാചകങ്ങൾ എഴുതുന്നതിൽ കഴിവ് തെളിയിച്ച അദ്ദേഹം വൈകാതെ ആ കമ്പനിയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ പദവിയിലെത്തി. ഇതിനിടെ ഹൈദരാബാദ് ഫിലിം സൊസൈറ്റിക്ക് തുടക്കമിട്ടു. അപ്പോഴും ശ്യാം ബെനഗലിന്റെ ഉള്ളിൽ സിനിമയായിരുന്നു സ്വപ്നം. 26-ാം വയസ്സിൽ ഗുജറാത്തി ഭാഷയിലുള്ള ഖേർ ബേത്ത ഗംഗ എന്ന ഡോക്യുമെന്ററി ആയിരുന്നു സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്. തുടർന്നിങ്ങോട്ട് 5 പതിറ്റാണ്ടിലേറെ നീണ്ട ചലച്ചിത്ര ജീവിതത്തിൽ ശ്യാം ബെനഗൽ ഇന്ത്യൻ സമൂഹത്തിന്റെ സങ്കീർണതകൾ പ്രതിഫലിപ്പിക്കുന്ന നിരവധി ശ്രദ്ധേയമായ സിനിമകൾ ആസ്വാദകർക്ക് സമ്മാനിച്ചു. 1973 അക്കാലത്തെ നവതരംഗ സിനിമയിൽ ശ്യാം ബെനഗൽ എന്ന സംവിധായകനെ അടയാളപ്പെടുത്തിയ ആദ്യ ഫീച്ചർ സിനിമ അങ്കൂർ പുറത്തുവരുന്നത്. ഗ്രാമീണ ഭാരതത്തിന്റെ കടുത്ത യാഥാർത്ഥ്യങ്ങളിലേക്ക് ക്യാമറ ചലിപ്പിച്ച ചിത്രമായിരുന്നു അങ്കൂർ. ഏറെ നിരൂപക പ്രശംസ നേടിയ അങ്കൂർ ആ വർഷത്തെ മികച്ച 2ാമത്തെ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടി.
ഷബാന ആസ്മിക്ക് ഈ ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള പുരസ്കാരവും ലഭിച്ചു. 1975 ബെനഗൽ സംവിധാനം ചെയ്ത നിശാന്ത് തെലങ്കാനയിലെ ഫ്യൂഡൽ പീഡനങ്ങളുടെയും സ്ത്രീ ചെറുത്തുനിൽപ്പിന്റെയും ചലച്ചിത്ര ഭാഷ്യമാണ്. മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡും ചിത്രം സ്വന്തമാക്കി. ഗുജറാത്തിൽ വർഗീസ് കുര്യന്റെ നേതൃത്വത്തിൽ നടന്ന ധവള വിപ്ലവമായിരുന്നു മന്ഥൻ സിനിമയുടെ ഇതിവൃത്തം. അമൂലിന്റെ സ്ഥാപകനായ മലയാളി വർഗീസ് കുര്യനും ബെനഗളും തമ്മിലുള്ള കൂട്ടുകെട്ടിൽ പിറന്ന മന്ഥൻ ബെനഗലിന്റെ ക്ലാസിക് ചിത്രങ്ങളിലൊന്നാണ്. 5 ലക്ഷം ക്ഷീര കർഷകരിൽ നിന്ന് പണം സമാഹരിച്ചാണ് ചിത്രം നിർമ്മിച്ചത്. മികച്ച ഹിന്ദി ഫീച്ചർ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും ഈ ചിത്രം സ്വന്തമാക്കി. മറാഠി താരം ഹൻസ വട്കറുടെ ജീവിതം ആസ്പദമാക്കി ബെനഗൽ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഭൂമിക. ഗ്രാമീണ ഇന്ത്യയുടെ വിലാപമായിരുന്നു ഭൂമിക. മികച്ച ചിത്രത്തിനുള്ള ഫിലിം ഫെയർ ക്രിട്ടിക്സ് അവാർഡും ഭൂമിക സ്വന്തമാക്കി. 1983 പുറത്തിറങ്ങിയ ബെനഗലിന്റെ മാണ്ടി രാഷ്ട്രീയത്തെയും വേശ്യാവൃത്തിയെയും കുറിച്ചുള്ള ഒരു ആക്ഷേപഹാസ്യമാണ്. സമൂഹത്തിന്റെ കാപട്യത്തെ ഈ ചിത്രത്തിലൂടെ ബെനഗൽ ചോദ്യം ചെയ്തു. ഗോവയിലെ പോർച്ചുഗീസ് പശ്ചാത്തലത്തിലുള്ള ത്രികാൽ, ജുനൂൻ, സുബൈദ, സർദാരി ബീഗം തുടങ്ങിയ സിനിമകളും ബെനഗലിന്റെ ശക്തമായ സംഭാവനകളായി പിൽക്കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടു. ശശി കപൂറിനെ പോലുള്ള ബോളിവുഡ് താരങ്ങൾ പോലും ബെനഗൽ സിനിമകൾ നിർമ്മിക്കാൻ പണം മുടക്കി എന്നതാണ് ശ്രദ്ധേയം. 1857 കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ശ്യാം ബെനഗൽ ചിത്രമായിരുന്നു ജുനൂൻ. പ്രണയം, വിധേയത്വം, കലാപം എന്നിവയാണ് ചിത്രത്തിന്റെ പ്രമേയം. ഈ സിനിമയാണ് ശശി കപൂർ നിർമ്മിച്ചത്. ജെന്നിഫർ കെൻഡൽ, നസറുദ്ദീൻ ഷാ, ഷബാന ആസ്മി തുടങ്ങിയ വൻ താരനിര ചിത്രത്തിലെത്തി. മികച്ച ഹിന്ദി ഫീച്ചർ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും മികച്ച സംവിധായകനുള്ള ഫിലിം ഫെയർ അവാർഡും ഈ സിനിമ കരസ്ഥമാക്കി. 1992 ധരംവീർ ഭാരതിയുടെ നോവലിനെ അടിസ്ഥാനമാക്കി ശ്യാം ബെനഗൽ സംവിധാനം ചെയ്ത ചിത്രമാണ് സൂരജ് കാ സാത്വാൻ ഗോഡ. രജിത് കപൂർ, അമരീഷ് പുരി എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയത്. മികച്ച ഹിന്ദി ഫീച്ചർ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും ചിത്രം സ്വന്തമാക്കി. 1996 മഹാത്മാഗാന്ധിയുടെ ദക്ഷിണാഫ്രിക്കയിലെ 21 വർഷത്തെ ജീവിതത്തെക്കുറിച്ച് ശ്യാം ബെനഗൽ ഒരു ചരിത്ര സിനിമ സംവിധാനം ചെയ്തു. മേക്കിംഗ് ഓഫ് മഹാത്മ. ഫാത്തിമ മീറിന്റെ ദ അപ്രന്റീസ്ഷിപ്പ് ഓഫ് മഹാത്മ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയായിരുന്നു സിനിമ. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ഒരു അന്താരാഷ്ട്ര സഹനിർമ്മാണത്തിലൂടെ പുറത്തിറക്കിയ സിനിമയ്ക്ക് നിരവധി പുരസ്കാരങ്ങൾ നേടാനായി. ചിത്രത്തിലൂടെ രജിത് കപൂറിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടി. ഇംഗ്ലീഷിലെ മികച്ച ഫീച്ചർ സിനിമയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും മേക്കിംഗ് ഓഫ് മഹാത്മ സ്വന്തമാക്കി. 2001 റിലീസ് ചെയ്ത സുബൈദ ഒരു സ്ത്രീയുടെ ആഗ്രഹങ്ങളെയും സമൂഹം അവയ്ക്കുമേൽ അടിച്ചേൽപ്പിക്കുന്ന നിയന്ത്രണങ്ങളെയും വരച്ചുകാട്ടുന്ന സിനിമയായിരുന്നു. കരിഷ്മ കപൂർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം കൂടിയാണ് ഇത്. മികച്ച ഹിന്ദി ഫീച്ചർ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും ചിത്രം നേടി. ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയത് AR റഹ്മാനായിരുന്നു. 2008 ഇന്ത്യൻ ഗ്രാമീണ ജീവിതം പ്രമേയമായ ബെനഗലിന്റെ കോമഡി ചിത്രം വെൽക്കം ടു സജ്ജൻപൂർ പുറത്തിറങ്ങിയത്. 2010 ഉദ്യോഗസ്ഥ വൃന്ദത്തെയും അഴിമതിയെയും വരച്ചുകാട്ടുന്ന ബെനഗലിന്റെ ആക്ഷേപഹാസ്യ ചിത്രം വെൽഡൻ അബ്ബയും പ്രേക്ഷകർ നെഞ്ചിലേറ്റി. ഇന്ത്യയുടെ ഗ്രാമജീവിതത്തെ പശ്ചാത്തലമാക്കി ചരിത്രത്തെയും മനുഷ്യനെയും നിശിത ശ്രദ്ധയോടെ അവതരിപ്പിച്ചാണ് ശ്യാം ബെനഗൽ ഇന്ത്യൻ സമാന്തര സിനിമയുടെ ചരിത്രത്തിൽ തന്റെ പേരുകൂടി എഴുതിച്ചേർത്തത്. റിയലിസ്റ്റിക് സിനിമകളും ചരിത്ര സിനിമകളും കുട്ടികൾക്കായുള്ള സിനിമകളുമടക്കം ആഖ്യാനത്തിലും പ്രമേയത്തിലും തികഞ്ഞ വൈവിധ്യം പുലർത്തിയപ്പോൾ തന്നെ ബെനഗലിന്റെ സിനിമകൾ സംസാരിച്ചത് മനുഷ്യാവസ്ഥകളെ പറ്റിയായിരുന്നു. ചുറ്റുമുള്ളതിനെയൊക്കെ മനുഷ്യരെയും പ്രകൃതിയെയും സമൂഹത്തെയും അടക്കം ദൃശ്യങ്ങളാക്കാനുള്ള ത്വര ശ്യാം ബെനഗലിനുണ്ടായിരുന്നു. നഗരങ്ങൾ ബെനഗൽ സിനിമകളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും ഗ്രാമീണ ജീവിതത്തിലാണ് അദ്ദേഹം തന്റെ സിനിമകളുടെ ജീവിത പരിസരം കണ്ടെത്തിയത്. അവയെ പശ്ചാത്തലമാക്കി ഇന്ത്യൻ ചരിത്രത്തിന്റെ സഞ്ചാര വഴികൾ ബെനഗലിന്റെ സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടു. പ്രണയവും കാമവും ഹിംസയും അധികാരത്തോടുള്ള ആസക്തിയും അതിന്റെ ക്രൗര്യവുമെല്ലാം ബെനഗൽ സിനിമകളിലുണ്ട്. തന്റെ ചിത്രങ്ങളിലെല്ലാം സ്വന്തം നാടിന്റെ കയ്യൊപ്പ് ചാർത്താനും ശ്യാം ബെനഗൽ മറന്നില്ല. മുഖ്യധാര സിനിമകൾ തീർത്തുവച്ച സൗന്ദര്യ ലോകത്തിലേക്ക് ശ്യാം ബെനഗൽ ഒരിക്കലും കടന്നു ചെന്നില്ല. അദ്ദേഹത്തിന്റെ ക്യാമറ ചലിച്ചത് യാഥാർത്ഥ്യങ്ങളിലേക്കായിരുന്നു. ഇന്ത്യൻ സിനിമയ്ക്ക് പുതിയൊരു പാത തുറന്ന ചലച്ചിത്രകാരനെയാണ് ശ്യാം ബെനഗലിന്റെ വേർപാടിലൂടെ നഷ്ടമാകുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.